എന്താണ് ശബരിമലത്തെ പവർ, ഊർജം? 18 മലകളാൽ ചുറ്റപ്പെട്ട് ബ്രഹ്മസ്ഥാനമായി കിടക്കുന്ന ഭൂമി. മഹാഗണപതി ഇല്ലാത്ത ഒരു അമ്പലവും ഇല്ല. അദ്ദേഹം ഇല്ലാത്ത ഒരു കാര്യം നടക്കില്ല. എല്ലാം തടസ്സമായിരിക്കും. അദ്ദേഹത്തിൻ്റെ കൂടെ കൊണ്ടുപോകാതെ ഒരു ക്ഷേത്രം ഒന്ന് പൊങ്ങൂല്ല. അത് തടസ്സമായിരിക്കും. ഇപ്പം കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം, ഈ ശൈവ പ്രതിഷ്ഠയിൽ തന്നെ, അതായത് ഇപ്പോൾ നമുക്കറിയാം ശിവലിംഗം, അതിൽ തന്നെ വൈഷ്ണവമായിട്ട് വരുമോ? ശിവലിംഗം എന്ന് പറയുന്നത് നമശിവായ നമശിവായ നമശിവായ, മറ്റത് നമ്മുടെ നാരായണ നാരായണ. അതുകൊണ്ട് മന്ത്രങ്ങൾ രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു നമ്മുടെ ക്ഷേത്രത്തിൽ നമ്മളൊരു ശിവക്ഷേത്രം തന്നെയുള്ളൂ. ശിവക്ഷേത്രം ശൈവം, ശ്രീകോലിനകത്ത് സാക്ഷാൽ ശിവൻ്റെ ലിംഗപ്രതിഷ്ഠ ഉണ്ട്. അപ്പോൾ ചിലയിടത്ത് ചില ക്ഷേത്രങ്ങളിൽ പടിഞ്ഞാറേ നടയോട് ബന്ധപ്പെട്ട് പാർവ്വതീദേവിക്ക് പടിഞ്ഞാറേ നട അമ്മയ്ക്ക് കൊടുത്തേക്കും. അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ നമുക്ക് ചുറ്റി വരാം, പ്രദക്ഷിണം ചെയ്ത് വരാം. ഇല്ലെങ്കിൽ വടക്ക് പോകുമ്പോൾ നമുക്ക് തന്നെ തിരിച്ച് നടക്കാനേ പറ്റുള്ളൂ, പൂജയിൽ മറികടക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കവിടുത്തെ പ്രതിഷ്ഠകളെ പറ്റി ഒന്ന് ചിന്തിച്ച് പോകാം. നമുക്കൊരു ക്ഷേത്രത്തിൻ്റെ ഒരു വാസ്തുമണ്ഡലം എന്ന് പറഞ്ഞാൽ നമ്മൾ ചുറ്റുമലെല്ലാം കെട്ടി കറക്റ്റായിട്ടിരിക്കുന്നത്. അപ്പോൾ മഹാഗണപതിക്ക് സാധാരണ നമ്മൾ തെക്ക് പടിഞ്ഞാറ് കന്നിമൂല എന്ന് പറഞ്ഞ ഭാഗം, നിരതി കോണം എന്ന് പറയും. അപ്പോൾ അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ നമ്മൾ പുതിയതായിട്ടുണ്ടെങ്കിലും ആണെങ്കിലും അല്ലെങ്കിൽ പഴയ ക്ഷേത്രമാണെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും തെക്ക് പടിഞ്ഞാറത്തെ രാഹുവിൻ്റെ സ്ഥാനമാണ്. അവിടെ സ്വാഭാവികമായിട്ട് ഒരു കാവ് ഉണ്ടെങ്കിൽ ആ കാവ് ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല. അവിടെ നാഗരപ്രതിഷ്ഠ, നാഗരാജാവ്, നാഗേഷി, നാഗകന്യക എന്നുള്ള രീതിയിൽ കൂടെ അവിടെ നമ്മൾ പ്രതിഷ്ഠ കൊടുക്കും. അതിനോടനുബന്ധിച്ച് പിന്നെ മഹാഗണപതിക്ക് സ്ഥാനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മഹാഗണപതിക്ക് കന്നിമൂല ഗണപതി എന്നുള്ള രീതിയിൽ അവിടെ സ്ഥാനം കൊടുക്കണം. അത് ഏറ്റവും പുറം. ചിലപ്പോൾ ശ്രീകോവിലിനകത്ത് അകത്തളത്തിൽ വേണമെങ്കിൽ നമുക്ക് അവിടെ എടുക്കും. പിന്നെ ഒക്കത്ത് ഗണപതി എന്നുള്ള സങ്കല്പത്തിൽ പണ്ടത്തെ ശിവക്ഷേത്രത്തിലൊക്കെ ഇങ്ങനെ കയറുമ്പോൾ ഇട സൈഡിലായിട്ട് ചെറുതായിട്ട് കെട്ടി കൊടുക്കാറുണ്ട്. അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഞാൻ ജനറലായിട്ട് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ നാഗർക്കും മഹാഗണപതിക്കും തെക്ക് പടിഞ്ഞാറ് മൂലഭാവമായിട്ട് ബന്ധം കൊടുത്താൽ ഉപപ്രതിഷ്ഠയിൽ ധാരാളം ഉപപ്രതിഷ്ഠ ശൈവത്തിനോട് ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ അതാണെങ്കിൽ അമ്മ പ്രത്യേകമായിട്ടുള്ള ഇതൊക്കെയാണെങ്കിൽ നമുക്ക് വടക്ക് പടിഞ്ഞാറ് കൊടുക്കാം, അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് വേണം പിന്നെ ഈ നാഗർക്ക് ഒരു പക്ഷേ ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ എവിടെയാണ് സ്ഥാനം? പിന്നെ നേരെ വടക്കിഴക്കേ മൂലഭാഗത്തേ കൊടുക്കാവൂ. വടക്കിഴക്കേ മൂലഭാഗത്തും കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ക്ഷേത്ര കോമ്പൗണ്ട് വെളിയിലാക്കി കൊടുക്കാൻ വ്യവസ്ഥയുണ്ട്. ഒരു ചെറിയൊരു കാവ് എന്നുള്ള രീതിയിൽ കൂടെ അതിൻ്റെ ഒരു അന്തരീക്ഷത്തിലാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, കൊടുക്കാം. പിന്നെ ചില ക്ഷേത്രങ്ങളിൽ ശൈവവും വൈഷ്ണവും ഉണ്ട്. വിഷ്ണുവും ശിവനുമുള്ള ഒരു വാസ്തുമണ്ഡലത്തിനകത്ത് തന്നെ രണ്ടിടത്ത് എത്രയോ അമ്പലങ്ങളുണ്ട്. ഒന്നിൽ വൈഷ്ണവ മന്ത്രമായിരിക്കും പറയുന്നത്, ശൈവമാരായിരിക്കും പറഞ്ഞത്. അപ്പോൾ പല ഓം ക്രീം നമശിവായ ഓം നമോ നാരായണായ, ഓം ക്രീം നമശിവായ ഓം നമോ നാരായണ, ഈ രണ്ടും ശൈവത്തിലെയും വൈഷ്ണവത്തിൻ്റെയും മന്ത്രം കൊണ്ട് വരും. ഈ ശൈവ പ്രതിഷ്ഠയിൽ തന്നെ, അതായത് ഇപ്പോൾ നമുക്കറിയാം ശിവലിംഗം, അതിൽ തന്നെ വൈഷ്ണവമായിട്ട് വരുമോ? ശിവലിംഗം എന്ന് പറയുന്നത് നമശിവായ നമശിവായ നമശിവായ, മറ്റത് നമ്മുടെ നാരായണ നാരായണ. അതുകൊണ്ട് മന്ത്രങ്ങൾ രണ്ടും വ്യത്യാസമുണ്ട്. രണ്ടും കൂടെ ചേർന്നിരിക്കുമെന്നോ? അതായത് ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ചില ദേവതകൾ, ആ ദേവതകളെ ശൈവമായിട്ടും വൈഷ്ണവമായിട്ടും പൂജിക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ശൈവമായിട്ട് തന്നെ പോവും. ശിവകുടുംബം അല്ലേ, വൈഷ്ണവമായിട്ട് തന്നെ പോവും. പിന്നെ ചില വളരെ അപൂർവമായിട്ടുള്ള ചില ക്ഷേത്രങ്ങളിൽ പിന്നെ ഇപ്പോൾ കൃഷ്ണൻ വൈഷ്ണവമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അയ്യപ്പൻ എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അയ്യപ്പന് എന്താണ്, ശൈവത്തിലും വൈഷ്ണവത്തിലും അദ്ദേഹം ഉണ്ട് ഇല്ലേ? വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും കഥകളതാണല്ലേ. മകനായിട്ട് ജനിച്ച്
അറിയാലോ, മോഹിനി രൂപം കൊണ്ട് ആ കഥ ഞാൻ പറയുന്നില്ല, ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ വൈഷ്ണവ ക്ഷേത്രവും ശരി, ഞാൻ ഇത് പറയുകയാണെങ്കിൽ ശരി, ഇപ്പോഴും തമിഴ്നാട്ടിൽ ശൈവം വൈഷ്ണവം എന്നുള്ളത് അവിടെ ഇപ്പോഴും ഉത്സവം നടക്കുമ്പോൾ ഒരു അടി ഉണ്ടാവാതെ അവിടെ ഉത്സവം തീരെയില്ല. എന്നറിയാം, ഈ ആൻറ്റി ഗ്രൂപ്പുകാരാണ്. ശൈവത്തിലുള്ള ഇതാണെങ്കിൽ മറ്റേ വൈഷ്ണവന്മാർ വന്ന് അടി ഉണ്ടാകും. ഇന്നും നടക്കും, ഒരു അടി നടക്കാതെ തമിഴ്നാട്ടിൽ ഇന്നും ഒരു ഉത്സവം തീരുമില്ല. പണ്ട് കാലത്ത് ഭയങ്കര പോരാണ്. ശൈവക്ഷേത്രങ്ങളിലെ മറ്റന്മാരൊന്ന് ആക്രമിക്കും. ചോളരാജാക്കന്മാരുടെ കാലത്ത് ഒരുപാട് കാര്യം, എത്രയോ ക്ഷേത്രങ്ങളെ നശിപ്പിച്ചൊക്കെ നമ്മളുണ്ടായിട്ടുണ്ട്. ഇന്നൊക്കെ കുറേ കുറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. കേരളത്തിൽ വലുതായിട്ടൊന്നുമില്ല. കേരളത്തിൽ എല്ലാം മിക്സായി കിടക്കുകയാണ്. പിന്നെ ഞാൻ ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഷ്ഠയുള്ളതാരാണ് പറയൂ? ഭദ്രകാളി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏതെങ്കിലും ഒരു ദേവൻ്റെ ഏറ്റവും കൂടുതൽ ഉള്ളതാരാണ്? ശിവൻ്റെ ആയിരിക്കും. ഗണപതി പ്രതിഷ്ഠയാണ്. എന്തുകൊണ്ടാണെന്നതിൽ ശൈവത്തിലായിരുന്നാലും വൈഷ്ണവത്തിലും അദ്ദേഹം വേണം. അതാണ് ഞാൻ പറയാൻ കാരണം. മഹാഗണപതി ഇല്ലാത്ത ഒരു അമ്പലവും ഇല്ല. അതാണ്. വൈഷ്ണവത്തിലായിരുന്നാലും ഗണപതി വേണം. വിഘ്നേശ്വരൻ അദ്ദേഹത്തിനെ മാറ്റി നിർത്തിക്കുന്നത് ഗണങ്ങളുടെ രാജാവാണ് ഗണപതി എന്ന് പറയുന്നത്. അദ്ദേഹം ഇല്ലാത്ത ഒരു കാര്യം നടക്കില്ല, എല്ലാം തടസ്സമായിരിക്കും. അദ്ദേഹത്തിൻ്റെ കൂടെ കൊണ്ടുപോകാതെ ഒരു ക്ഷേത്രം ഒന്ന് പൊങ്ങില്ല. അത് തടസ്സമായിരിക്കും. ഇപ്പം കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം, കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം തെക്ക് ദർശനമാണുള്ളത് ആണല്ലോ. അപ്പോൾ മഹാഗണപതിക്കുള്ളൊരു പ്രത്യേകത ഇരുന്നാൽ അദ്ദേഹത്തിന് ഇരിപ്പിട സ്ഥാനം കറക്റ്റായിട്ട് കിട്ടിയാൽ മതി. ഇരിപ്പിട സ്ഥാനം കറക്റ്റായി കിട്ടിയാൽ ഒരു പരാതില്ല, സുഖമായിട്ടിരുന്നുള്ളൂ. എനിക്ക് കിഴക്കോട്ട് തന്നെ വരണം അല്ലെങ്കിൽ വടക്കോട്ട് വേണം അങ്ങനെയൊന്നുമില്ല. മഹാഗണപതി ഇരിപ്പിട സ്ഥാനം കറക്റ്റായിട്ട് കിട്ടിയതാണ്. അവിടെ പണ്ട് ആ കൊട്ടാരക്കര മഹാഗണപതി ഞങ്ങളുടെ ദേവസ്വം കൊണ്ട് റെക്കോർഡ് എന്തറിയാം, ശിവപാർവതി ക്ഷേത്രം കൊട്ടാരക്കര എന്നാണ് റെക്കോർഡ്. അല്ലാതെ ഗണപതി ക്ഷേത്രം ഒന്നല്ല. ഇന്നും ആ റെക്കോർഡ് തന്നെയാണ്. പക്ഷേ ജനങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്നേ അറിയുള്ളൂ. അത് ആ ക്ഷേത്രം പണിഞ്ഞ സമയത്ത് അതിൻ്റെ ശില്പി പറഞ്ഞു, മഹാഗണപതിയുടെ ഭയങ്കര പവർ കാണുന്നുണ്ട്, അതുകൊണ്ട് ഗണപതിയുടെ ഒരു വിഗ്രഹം വച്ച് ഉപപ്രതിഷ്ഠ കൊടുക്കണമെന്നുമ്പോൾ ആ പണിഞ്ഞ രാജാവ് പറഞ്ഞ് സമ്മതിച്ചില്ല. ക്ഷേത്രത്തിൽ സമ്മതിച്ചില്ല, പറ്റില്ല എന്ന് പറയും. ഇവിടെ ഉപപ്രതിഷ്ഠ ഒന്നും വേണ്ട എന്ന് പറയും. എന്നിട്ട് പലപ്പോഴും ചോദിച്ചു, സമ്മതിച്ചില്ല. അവസാനം ഈ പണിയെല്ലാം തീർന്ന് ഏകദേശമായപ്പം ഇദ്ദേഹം ചോദിച്ചു, ഞാൻ ഈ തടിയിലെങ്കിലും ഒന്ന് കൊത്തി വെച്ചോട്ടെന്ന് പറഞ്ഞു. വേണമെങ്കിൽ തടി കൊത്തി തെക്ക് ഭാഗത്ത് തൂക്കിക്കളാൻ പറഞ്ഞു. നിസ്സാരമായിട്ട് പറയുന്നതാണ്. ആ തടിയിലൂടെ കുത്തിയിട്ടാണെങ്കിൽ തെക്ക് ഭാഗത്ത് ആണെങ്കിൽ തൂക്കിക്കൊള്ളാനാണ് പറഞ്ഞത് എന്നാണ്ടൊരു വാക്കാണ് പറഞ്ഞത്. അദ്ദേഹം അവിടെ നിന്ന് വരിക്കപ്പിലാവിൻ്റെ ഒരു വേരുണ്ട് കിട്ടി, അതിനെ എടുത്ത് കൊത്തിയാണ്, മഹാഗണപതി കൊത്തിയാണ് അത് നേരെ ഈ ശ്രീകോവിലിൻ്റെ തെക്കേ ചുമരിൽ പതിച്ചു വെച്ച് തൂക്കിയിട്ടു. അവിടെ ഇരുന്നാണ് ഇദ്ദേഹം അവിടെ വളർന്ന് അച്ഛനെല്ലാം താഴെയാക്കി ഇദ്ദേഹം ഇത്രയും പവറിൽ കയറി. ഇന്ന് കൊട്ടാരക്കര മഹാഗണപതി എന്ന് പറഞ്ഞാൽ ലോകം അറിയും കേട്ടോ. ഇപ്പോൾ നമ്മുടെ പഴവങ്ങാടി ക്ഷേത്രത്തിൽ മഹാഗണപതിയുണ്ട്. പഴവങ്ങാടി അദ്ദേഹം വലംപിരിയാണ്, തുമ്പി വലത്തോട്ടാണ്. ഇദ്ദേഹത്തിനാണെങ്കിൽ ഇടത്തോട്ടെന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് തിരിഞ്ഞത് നേരത്തെ എർത്തിലേക്കാണ്. ഈ തുമ്പികൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, പവറും അങ്ങനെ തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ മഹാഗണപതിക്ക് അദ്ദേഹത്തിൻ്റെ കലാരൂപങ്ങൾ നർത്തന ഗണപതി എന്നും ഒരുപാട് പേരിൽ അദ്ദേഹത്തിന് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ പല രൂപങ്ങളെ വെച്ച് ആരാധിക്കുന്നുമുണ്ട്. അപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞത് പഴവങ്ങാടി മഹാഗണപതിക്ക് ആ വിഗ്രഹം തന്നെ വന്നിട്ട് 6 ഇഞ്ച് പൊക്കമേ ഉള്ളൂ. അത്ര ചെറുതാണ്, പക്ഷെ പവർ ഭയങ്കരമാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്നത് ഏത് ശൈവത്തിലായിരുന്നാലും വൈഷ്ണവത്തിലായിരുന്നാലും നമുക്ക് ഗണപതിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒന്നും സാധിക്കില്ല എന്നർത്ഥം. സർ, ഇപ്പോൾ അങ്ങ് ശബരിമലയിലെ വാസ്തുകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ
ശബരിമലയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് കഷ്ടപ്പെട്ട്, അതായത് ഞാനും പലതവണ ശബരിമലയിൽ പോയിട്ടുള്ള ഒരാളാണ്, വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ശബരിമലയിൽ മല കയറുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ശബരിമലയിൽ പോകാൻ, അല്ലെങ്കിൽ അയ്യപ്പനെ കാണാൻ വേണ്ടി പോകാൻ, ഒരു നിമിഷത്തിന് വേണ്ടി പോകാൻ അവിടെ അത്രത്തോളം ഒരു ശക്തി വൈഭവമുണ്ടോ? അതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ വാസ്തുപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടാണോ, അതോ അവിടെ ഒരു പ്രത്യേകമായിട്ടൊരു ശക്തി ഉണ്ടോ? ശബരിമലത്തെ ശക്തിയെപ്പറ്റി നമുക്ക് പറഞ്ഞ വാക്കുകളില്ല. കാരണം അത് അത്രത്തോളം ഞാനും ഒരുപാട് അനുഭവിച്ചിട്ട് അറിഞ്ഞ ആളാണ്. ഞാൻ എൻ്റെ ശരിക്കും പറഞ്ഞാൽ 1956 എൻ്റെ അച്ഛൻ്റെ കൈ പിടിച്ച് പിന്നെ പുൽമേട് വഴി, വണ്ടിപ്പെരിയാർ പുൽമേട് വഴി, അന്ന് ഇന്നത്തെ ചാലക്കയമോ എരുമേലി ഒന്നുമില്ല, 1956 നിങ്ങൾ എത്ര വർഷം പുറകിലേക്ക് നോക്കണം. അപ്പോൾ അന്ന് പാട്ടടിച്ചാണ് മുമ്പേ പോകുന്നത്. വരി വരിയാന്ന് പോകുമ്പോൾ ആൾക്കാർ വരാൻ വേണ്ടി കാത്തിരിക്കുക. അന്ന് കുറേ ആൾക്കാർ തമിഴ്നാട് ആ ഭാഗത്ത് നടന്നു. അപ്പോൾ മുമ്പേ പോകുന്ന ആൾക്കാർ പാട്ട കൊട്ടും. എന്താണ്, മുമ്പ് നിൽക്കുന്ന മൃഗങ്ങളുമൊക്കെ മാറിപ്പോകുന്നതിന് വേണ്ടിയാണ് ഈ പാട്ട് കൊട്ടുന്നത്. പന്തൊക്കെ സന്ധ്യയ്ക്കാണ് പന്തൊക്കെ കൊത്തിപ്പിടിച്ച് ചെയ്യും. രാത്രികാലം ഒരു സമയം പിന്നെ നടക്കില്ല. അപ്പോൾ ഓരോരുത്ത് ടെൻറ്റ് കിട്ടി. അപ്പോൾ അന്ന് ആഹാര സാധനങ്ങളെല്ലാം തലച്ചുമടായിട്ട് കൊണ്ടുപോകും. അല്ലാതെ ഈ വഴിനീള ഇന്നത്തെ തട്ട് കടയും മറ്റോ ഒന്നുമില്ല. എന്തെങ്കിലും പച്ചക്ക വെള്ളം ചൂടാക്കണ ശരി, എല്ലാ കാര്യം അതിലും നമ്മൾ സ്വയം ഉണ്ടാക്കി കഴിക്കണം. അങ്ങനെ ഒരു കാലത്ത് ഞാൻ പോയിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തെപ്പറാണ്. ആ കാലത്തൊക്കെ അന്ന് ശബരിമല വിളക്ക്, മകരവിളക്കിനൊക്കെയാണ് അടുപ്പിച്ച് പോകുന്നത്. മകരവിളക്ക് ഒരു 10, 300, 400, 500 പേർക്കകത്തേ കാണുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. മകരവിളക്ക് തൊഴാൻ വേണ്ടി അത്രയാണ്. അന്ന് ഈ ക്ഷേത്രം ഇതൊന്നുമല്ല. ഇതിൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. സാധാരണ ഒരു 18-ാം പടി കയറി പോകുന്നുണ്ട്. അപ്പുറത്ത് വേറെ കടകൾ, ഈ സീസൺ ആകുമ്പോൾ 1-2 വച്ച് കെട്ടിക്കൊണ്ട് വയ്ക്കണം, അല്ല വേറെ വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ അക്കാലം മുതലേ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഈ അയ്യപ്പനെ കഷ്ടപ്പെട്ട് എൻ്റെ ഫാദർ കൊണ്ടുപോയ കാലം കൊണ്ട് പറഞ്ഞു, എന്താണ് ശബരിമലത്തെ പവർ, ഊർജം. 18 മലകളാൽ ചുറ്റപ്പെട്ട് ബ്രഹ്മസ്ഥാനമായി കിടക്കുന്ന ഭൂമിയാണ്. ഭൗമോർജം അത്രത്തോളം കിട്ടുന്ന ഒരു ഭാഗമാണ് ശബരിമല ഇരിക്കുന്ന ഭാഗം. അതാണ് പറഞ്ഞത്, 18 മലകളാൽ ചുറ്റപ്പെട്ട് ബ്രഹ്മസ്ഥാനമായിട്ട് നിൽക്കുന്ന ഭൂമി. അപ്പോൾ ഇപ്പോഴെന്നെ ആൾക്കാർ എന്നെ ഈ നീലിമലയും കരിമലയും അവിടെ കഴിഞ്ഞിട്ട് കയറി കഷ്ടപ്പെട്ട് വാടി വലിഞ്ഞ് നേരെ ആ ഭാഗത്ത് വരുമ്പോൾ ഒരു ആശ്വാസം. അതെല്ലാവരും അപ്പോൾ കയറി വരുമ്പോൾ ഇനി ഞാൻ തീർച്ചയായിട്ടും അടുത്ത വർഷമൊന്നുമില്ല, ഈ വർഷം കൊണ്ടുമ്പോൾ ഞാൻ ഒരിക്കലും പോവില്ല എന്നൊക്കെ ചിന്തിച്ചായിരിക്കും തിരിച്ച് വീട്ടിൽ പോകുന്നത്. ആ സീസൺ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഉള്ളിൽ പോകണം എന്നൊരു വെമ്പൽ കൊള്ളും, പോവുകയും ചെയ്യും. അവിടെ കിട്ടുന്ന അനുഭൂതി അത്രത്തോളം പവർ കൂടുതലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഭൗമോർജം, പ്രാപഞ്ചോർജം, ലൈറ്റ്നിങ്, എയർ പാസിങ് എന്ന് പറഞ്ഞ ഇതെല്ലാം കൂടെ ഒത്തുകൂടിയൊരു കേന്ദ്രമാണ് ശബരിമല. അത്ര ഊർജ്ജ കേന്ദ്രമാണ് അത്. അയ്യപ്പൻ അത് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം അവിടെ തന്നെ അദ്ദേഹം തിരഞ്ഞെടുക്കുകയും അവിടെ തന്നെ ഇരിക്കുകയും ചെയ്തത്. അപ്പോൾ അതുപോലെ 7 മലകളാൽ ചുറ്റപ്പെട്ടാണ് തിരുപ്പതി. തിരുപ്പതി ക്ഷേത്രം 7 മലകളാൽ ചുറ്റപ്പെട്ട് ബ്രഹ്മസ്ഥാനമായി കിടക്കുന്ന സ്ഥലമാണ്. അതാണ് തിരുപ്പതി. അപ്പോൾ അതിൻ്റെ പ്രത്യേകത അറിയാനല്ല. അപ്പോൾ ശബരിമലയെക്കാട്ടി ഇത് 18 മലയാണ്, അത് 7 മലയാണ്. അപ്പോൾ ഇങ്ങനെ ബ്രഹ്മസ്ഥാനമായിട്ട് കിടക്കുന്ന ചില സ്ഥലത്തേക്ക് അതിൻ്റേതായ പവർ കിട്ടും. മക്ക അവരുടെ അതുപോലെയാണ്, മലകളാൽ ചുറ്റപ്പെട്ടത് ഭയങ്കര പവറുള്ള ഭാഗമാണ്. അപ്പോൾ ഇതിങ്ങനെ പ്രകൃതിയുടെ അന്തർലീനമായിരിക്കുന്ന ശക്തി കേന്ദ്രങ്ങളിലാണ് ഇതുപോലുള്ള ആരാധനാ കേന്ദ്രങ്ങളിൽ വന്നാൽ അതിന് പവർ കൂടും. അവിടെ എത്തിപ്പെടുന്ന എല്ലാവർക്കും തന്നെ അതിൻ്റേതായ ഇത് ഒരു ഊർജ്ജ ലെവൽ അവർക്ക് സ്വീകരിക്കാൻ സാധിക്കുകയും ചെയ്യും. ശബരിമല എന്ന് പറയുന്നത് ഞാൻ ഇതാണ് പറയുന്നത്. ഇതിനോടനുബന്ധിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും നമ്മൾ വീടിച്ച് ഊർജ്ജ കേന്ദ്രത്തെ തരണം ചെയ്തിട്ടാണ് നമ്മൾ വാസ്തുശാസ്ത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഊർജ്ജമായിട്ട് ബന്ധപ്പെട്ട ഒരു വീടിൻ്റെ കാര്യം തന്നെ എടുക്കണം. എന്താണ് പ്രധാനപ്പെട്ട വാതിൽ, ശ്വസനം. ഒരു വീട് നമ്മൾ പണിഞ്ഞിരുന്നാൽ പ്രധാനപ്പെട്ട വാതിലിന് പ്രത്യേക സ്ഥാനം നിശ്ചയിക്കും. ഇതാണ് നമ്മുടെ മൂക്കാണ്, ശ്വസനമാണ്. അപ്പോൾ ശ്വസിക്കേണ്ട കേന്ദ്രം കറക്റ്റായിരിക്കണം, ഇല്ലെങ്കിൽ ആ വീടിൻ്റെ സന്തുലനാവസ്ഥയും മാറ്റം ഉണ്ടാകും. കിഴക്കോ പടിഞ്ഞാറോ
തെക്കോ വടക്കോ ആയിട്ട് ഉച്ചം നീചം എന്നൊക്കെ ഒരു കണക്കുകളുണ്ട്. അപ്പോൾ ഉച്ചസ്ഥാനത്ത് തന്നെ ആയിരിക്കണം പ്രധാനപ്പെട്ട വാതിൽ വയ്ക്കേണ്ടത്. ക്ഷേത്ര ശ്രീകോവിൽ കറക്റ്റായിട്ട് നിൽക്കണ്ടേ. അപ്പോൾ ക്ഷേത്രവാസ്തുവും ഗ്രഹവാസ്തുവും തമ്മിൽ ഒരുപാട് അന്തരങ്ങൾ വ്യത്യാസങ്ങളുണ്ട്. പണ്ടത്തെ തച്ച് ശാസ്ത്രപരമായിട്ടുള്ള ചില വീട്ടിൽ പണിയുമ്പോൾ പുറത്തുള്ള ഗേറ്റ് പ്രധാനപ്പെട്ട വാതിൽ നേരെ 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 കൊടുക്കും. അത് തച്ച് കൂരപ്പണികളാണ്. ആ കണക്കെടുത്ത് ഒരിക്കലും തന്നെ ഇന്നത്തെ കോൺക്രീറ്റ് വെട്ടി കൊടുത്ത പ്രശ്നങ്ങളാവും. പഴയ കാലത്ത് ആരൂടെ നോക്കിയല്ലായിരുന്നോ വീടുകൾ വെച്ചിരുന്നത്? ആരൂടെ തച്ച് ശാസ്ത്രം, തടികൊണ്ടുള്ള നിർമ്മാണം, എല്ലാം തടികൊണ്ടുള്ള നിർമ്മാണം. വ്യക്തമായ തച്ചന്മാർ കണക്കെടുത്ത് എടുത്തുകൊണ്ട് എല്ലാ നിർമ്മാണങ്ങളും എല്ലാം തടിയാണ്. അതുകൊണ്ടല്ല ചില വാസ്തു ചെയ്യുന്ന ആളുകൾ ചില വീടുകൾ കണ്ടിട്ട് പറയും ആരൂഢം മറഞ്ഞു നിൽക്കുകയാണ്. ആരൂഢം തടികൊണ്ടുള്ള നിർമ്മാണത്തിൽ ഇതിൻ്റെ നമ്മുടെ കോൺക്രീറ്റ് വീട് ഇതിന് ആരൂഢത്തിലില്ലല്ലോ. കോൺക്രീറ്റ് വീടുകൾക്ക് ആരൂഢമില്ല, ആരൂഢം നോക്കേണ്ട കാര്യമില്ല. ഇത് ചുറ്റളവ് നോക്കും. ബാല്യം, കൗമാരം, യൗവനം, മരണച്ചുറ്റെന്നൊരു കണക്കുണ്ട്. ചുറ്റളവുണ്ട്. അപ്പം ഇത് വാസ്തുശാസ്ത്രത്തിൽ തന്നെ തച്ചുശാസ്ത്രം, വാസ്തുശാസ്ത്രം, മനയടി ശാസ്ത്രം. മനയടി ശാസ്ത്രം നീളം കൊണ്ടാൽ വീതി ടു ഹൈറ്റ് എടുക്കും. തമിഴ്നാട്ടിലുള്ളതാണ്, തമിഴ്നാട് ബന്ധപ്പെട്ട്. ഇവിടെ മനയടി ശാസ്ത്രം കണക്കെടുക്കാറില്ല. ഈ ഇപ്പോഴത്തെ പുതിയ ആർക്കിടെക്ചറിൻ്റെ വരവോടുകൂടി ഒരുപാട് കാര്യങ്ങൾക്ക് വാസ്തുശാസ്ത്രത്തിന് മാറ്റങ്ങളുണ്ടായില്ല എന്ന് പറയാം. മാറ്റം അനിവാര്യമാണ് എന്ന കണക്കുകളും കൂടെ ഉൾക്കൊണ്ടായിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളോട് ഇത് പഠിപ്പിക്കുന്ന നേരത്തിന് ഇങ്ങനോടെ ക്ലാസ് എടുക്കുമ്പോഴും ശരി അവർക്ക് പറഞ്ഞു കൊടുക്കും ഇന്ന കാര്യങ്ങൾ. കാരണം തച്ചുശാസ്ത്രത്തിന് കണക്കുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെയും ഇതെല്ലാം മോഡേൺ ആർക്കിടെക്ചറിൻ്റെ വരവോടുകൂടി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ കർശനമായിട്ട് വാസ്തുവിദ്യ ഉൾക്കൊണ്ട് തന്നെ പോകണം. ഉദാഹരണം, വീടിൻ്റെ പണ്ടത്തെ അങ്കണങ്ങൾ 4 കെട്ട് 8 കെട്ട് ശാലകളാണ് ഓരോ കാര്യങ്ങൾ. തെക്കിനി വടക്കിനി പടിഞ്ഞാറ്റിനുള്ള ചില കണക്കുകളൊക്കെ അതിനകത്തുണ്ട്. ഇന്ന് കോൺക്രീറ്റ് ഇട്ട് അത് ആ കണക്കൊന്നും ഇന്നത്തെ കോൺക്രീറ്റ് ഇട്ടിൽ എടുത്ത് വയ്ക്കാൻ പാടില്ല. ആ വെച്ചപ്പോൾ കോൺക്രീറ്റ് കൊണ്ട് നടുക്കൊരു അങ്കണമൊക്കെ കെട്ടി വെച്ച് ഒക്കെ പ്രശ്നമായ അവിടുത്തെ പ്രശ്നങ്ങൾ അത് അങ്കണമാണ് ചെയ്യാം. ആ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് മാറിയോ വടക്ക് ഭാഗത്ത് മാറിയോ നമുക്ക് അങ്കണം ചെയ്യുന്ന തടസ്സമില്ല. അല്ലാതെ ചില ആൾക്കാർക്ക് ഒന്നും അറിഞ്ഞുകൂടാതെ എടുത്തുനിന്ന് വീടിൻ്റെ മധ്യഭാഗം ബ്രഹ്മസ്ഥാനം കുഴിച്ചിട്ട് വെള്ളമൊക്കെ കെട്ടി നിർത്തി പല മോഡേൺ ആർക്കിടെക്ട് നെറ്റീവിൽ അത് വീട് കയറി താമസിക്കാൻ വയ്യാത്ത അവസ്ഥ വരും. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് പൈസ ഒരുപാടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തോന്നിയ പോലെ വീട് കിട്ടി അവിടെ താമസിക്കാൻ പറ്റില്ല.